നൊമ്പരം തന്നതുമമ്മ എന്നൊമ്പരം മാറ്റിയേതമ്മ. എല്ലാ നൊമ്പരങ്ങളും അമ്മമാർക്ക് മാത്രമേ മാറ്റാൻ കഴിയൂ എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. നോക്കൂ, ഈ കവിത എന്നൊക്കെ എഴുതാന്ന് പറയാൻ ചിലരുടെ കാര്യങ്ങൾ നല്ലത്, അത് എഴുതായി എഴുതാത്ത സേന സാർ പറഞ്ഞായിരുന്നു. സതീഷ് കെ സതീഷ് പറഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മുരളീന്റെ കവിത ഓർമ്മ വരുന്നുണ്ട്. അക്ഷരങ്ങൾ മൂർച്ചയുള്ളൊരായുധമാകുമ്പോൾ, പുസ്തകങ്ങൾ നമ്മളുടെ കൂട്ടുകാരാകുമ്പോൾ, സംഘബോധം നമ്മളെ നയിക്കുവാനെത്തുമ്പോൾ, സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും. ശ്രീജയ്, ഇംഗിതം പോലാകും. അതുകൊണ്ട് ഈ കവിത നിങ്ങൾ വാങ്ങുക, വായിക്കുക. ലോകചിന്തയ്ക്ക് കേരളത്തിലേക്ക് സംഭാവനയാകുമോ ശങ്കരാചാര്യൻ. തന്നിലെല്ലാം കാണുകയും എല്ലാവരും തന്നെ കാണുകയും ചെയ്യാൻ കഴിഞ്ഞ ആ ദർശനം കേരളീയ അന്തരീക്ഷത്തിലെ മഹത്തായ ഘടകമാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മാനവികത നമ്മുടെ സംസ്കാരത്തിന്റെ ഹൃദയത്തൊഴിപ്പാണ്. എഴുത്തത്തെ പോലെ ഇങ്ങോട്ടുള്ള എല്ലാ കവികളും നന്മയ്ക്ക് വേണ്ടിയാണ് തൂലിക ചലിപ്പിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ അങ്ങനത്തെ എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നേരെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു കുഞ്ഞുണ്ണിമാ ശിക്ഷനൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ശ്രീയെ പറ്റി കവിത എഴുതിയില്ല എന്ന പ്രശ്നങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഞാൻ ഇന്നലെ കവിത എഴുതി വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. കവിത കേട്ടിട്ട് നമ്മുടെ ശ്രീജ ഒന്ന് ചെറുതായി കരഞ്ഞു. ഇപ്പോൾ എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഈ കവിതയ്ക്ക് ഒരു കൊല്ലം കൊണ്ട് ഒരു അവാർഡ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ വേറൊരു കാര്യം കൂടി, ഇനി ശ്രീജ മറുപടി പറഞ്ഞ സമയത്ത് നമ്മൾ അയാൾ കാത്തിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാത്തത്. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും, കവിത പാടാൻ തുടങ്ങി ഇനിയും പാടിക്കൊണ്ടേയിരിക്കും. അതൊന്നും വേണ്ട. നമുക്ക് ശ്രീജയുടെ ഒരു കവിത ആശംസ നിലയ്ക്ക് ഒരു കവിത മാത്രം ചെയ്യാൻ അഭിനയത്തിന് കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അഭിനയത്തിൻ മികവിലും അറിവ് കോരി നിറച്ചവൾ, അധ്യാപനത്തിൻ കരുത്തുമായി അടയാളമാക്കി ശ്രീജയും. ഹരിയും അക്ഷരശ്രീയുമായി കാവൽ വിളക്കു തെളിച്ചവൾ, കനലായി കാവ്യമെഴുതിയോൾ, കവിതയിൽ വിതയേകിയോ. ഇവിടെയുണ്ടെന്നറിയുക, അരികിലുണ്ടെന്നറിയുക, ഇവിടെയുണ്ടെന്നറിയുക, അരികിലുണ്ടെന്നറിയുക, അറിവുകോരി നിറച്ചവൾ, അറിവുകോരി നിറച്ചവൾ, അടയാളമായുണ്ടറിയുക. തീരാദുരിതങ്ങളുടെയും പീഡനത്തിൻ്റെയും വേദനകൾ ഏറ്റുവരുമ്പോഴും കവികളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, കവിതയെ മാനിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രീജിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.